ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ രജിസ്ട്രാർ സുധീഷിനോടും നിധിയോട് ഒപ്പിടാൻ പറയുന്നത്. ആ സമയത്ത് നിധി പുറത്തിരുന്ന് കരയാണ്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ ഒപ്പിട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയി ഒപ്പ് വാങ്ങിയിട്ട് വരാം സാറേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എന്താ അവൾക്ക് ഇങ്ങോട്ട് വരാൻ വയ്യേ ചോദിക്കുന്നുണ്ട്. അവൾ പുറത്തിരുന്ന് കരയല്ലേ സാറേ, ഞാൻ അവളുടെ അടുത്ത് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് സുധീഷ്. എന്തായാലും ആപ്ലിക്കേഷൻ ഫോം എടുത്തിട്ട് നിധിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. നിധി ചോദിക്കേണ്ടത് എന്താ ചോദിക്കേണ്ടത്. ആ സമയത്ത് സുധീഷ് പറയുന്നത് കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണെന്ന് പറയുന്നത്. ആ സമയത്ത് നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വന്നിട്ട് അത് ആ അപേക്ഷ എടുത്തിട്ട് വലിച്ചറിയുന്നുണ്ട്. എന്നിട്ട് പറയണത് നീ എന്നെ പറ്റിക്കായിരുന്നില്ല, എന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് വല്ലാത്ത ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും സുധീഷ് വീണ്ടും നിധിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇത് നമ്മൾ വെറും അഭിനയ കല്യാണമാണ്, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഭാര്യയും ഭർത്താവല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളും പോയിട്ട് രജിസ്റ്ററിൻ്റെ മുന്നിൽ ഒപ്പൊക്കെ ഇട്ടിട്ട് അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോലീസുകാരെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവർ സുഖമായിട്ട് യാത്രയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ സുഭാഷ് അനിയനോട് പറയുന്നുണ്ട്, എടാ നമ്മളങ്ങനെ കല്യാണമൊന്നും മുടക്കാൻ പാടില്ല, നമ്മൾ ഏതോ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയത് തന്നെ തെറ്റാണ് എന്നൊക്കെ പറയേണ്ട. ആ സമയത്താണ് ഇങ്ങനെ രണ്ടാളും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുധീഷിൻ്റെ ഫോൺ വരുന്നുണ്ട്. സുധീഷ് പറയേണ്ട, ഏട്ടാ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാനൊരു പെണ്ണിനായിട്ട് അങ്ങോട്ട് വരികയാണ്, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക, വീടൊക്കെ ഒന്ന് ഒരുക്കി വെക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്, സദ്യകളൊക്കെ ഒന്ന് ഒരുക്കി വെക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷാണെങ്കിൽ വലിയ സന്തോഷമാണ്. വേഗം വീടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, എല്ലാ വട്ടങ്ങളും ഒരുക്കുന്നുണ്ട്, എല്ലാതും വൃത്തിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനിയൻ അനിയൻകൂട്ടൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഈ ആൺ വീട്ടിലേക്ക് ഒരു പെൺകിളി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു സന്തോഷം. ഈ നാലാളാണുങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ടല്ലോ, ആൾക്കാരുടെ മുന്നിൽ നമുക്കൊരു മാനം മര്യാദയൊക്കെ ആയല്ലോ ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ നീതി താലി ഊരിയിട്ട് കൈ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയണ്ടേ, വേണ്ട അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് എല്ലാവരും കണ്ടിട്ടും മതി, ഊരിയപ്പോൾ ഒന്നും നീ ഊരണ്ടപ്പോൾ അവിടെ കഴുത്തിൽ തന്നെ കടന്നോട്ട് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.